സമസ്ത എന്ന് പറയുന്ന സംവിധാനം അത് ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളാരും അല്ലാത്ത വേറെ ഒരു ടീമാണെന്നും അവരുടേതാണ് സമസ്ത എന്നും ഏതായാലും അംഗീകരിക്കാൻ പോണില്ല. AP വിഭാഗം സുന്നികളുണ്ട്. അവർ സുന്നികളില്ലാതെ നമ്മൾ പറയാം ന്യായം വേണ്ടി എന്തിനു വേണ്ട ന്യായം. CM ഉസ്താദിനെ പറ്റി സംബോധന ചെയ്ത് പറഞ്ഞു ചെമ്പിരിക്ക കാവി സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, എന്നോ പ്രസിഡന്റ് ആവേണ്ടാണ്. അങ്ങനെ പലതുണ്ട്. ഇപ്പൊ നമ്മളൊന്നും പുറത്തെടുക്കണില്ല. വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു. ഒന്നാമത്തെ ഇതൊക്കെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ പണ്ഡിതന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പോലും നമ്മുടെ ചരിത്രത്തെ പറ്റി ധാരണയില്ല. കളവാടി ഉസ്താദ് ഈ പറഞ്ഞ സിലബസ് ചർച്ചാ യോഗത്തില് കുറച്ചാൾക്കാർ കുറച്ചാൾക്കാർ ആ കുറച്ചാൾക്കാരാണ് ഇന്നും പ്രശ്നം അവരാണ്. പിന്നെ നമ്മൾ ഒരു തരം മാന്യതയുടെ പേരിൽ നാഗരികതയുടെ പേരിൽ തലയിൽ കെട്ടി കണ്ടിങ്ങനെ ആൾക്കാരെ പേര് പറഞ്ഞ് ചാനലിലേക്ക് വിഷയം കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു സവിശേഷത ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട മസൂദ് താങ്കൾ അവരെ പരാമർശിച്ചു. സമസ്ത എന്ന് പറയുന്ന സംവിധാനം അത് ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളാരും അല്ലാത്ത വേറെ ഒരു ടീമാണെന്നും അവരുടേതാണ് സമസ്ത എന്നും ഏതായാലും അംഗീകരിക്കാൻ പോണില്ല. നമുക്കൊക്കെ അതിനോട് എത്ര കണ്ട് ബന്ധമുണ്ട് എന്നതിന് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിർബന്ധിതാവസ്ഥ കൊണ്ട് പറയാണ്. ശൈഖുന ശംസുൽ ഉലമ EK ഉസ്താദ് അവർകൾ ഞങ്ങളുടെ വന്യ ഗുരു UAE ആദ്യമായിട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് സ്വീകരണം നൽകാൻ വേണ്ടി അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. വലിയ കാര്യം അറിയല്ല, പക്ഷെ ബന്ധം ഇല്ല എന്ന് പറയുമ്പോൾ ബന്ധം ഉണ്ട് എന്നും പറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധം ആണ് എന്നും അങ്ങേയറ്റം വിനീതമായിട്ട് നിർബന്ധിതാവസ്ഥയിൽ പറയാൻ ഞാൻ ഇതുവരെ കണ്ടില്ല. ഷെയ്ഖുനാക്ക് എത്ര കൊല്ലം മുമ്പാണ് ഞാൻ വളാഞ്ചേരി മർക്കസില് വന്നു. അവിടെ തുടങ്ങിയ സിലബസ് മാറ്റം അതാണ് ഇതൊക്കെ ആയി വരുന്നത്. അത് 34 കൊല്ലം മുമ്പാണ്. അപ്പൊ 35-40 കൊല്ലം മുമ്പ്, എനിക്കിപ്പോ ഏകദേശം 70 വയസ്സായി, ഒരു 40 കൊല്ലം മുമ്പ് ഷെയ്ഖുന UAE വരുമ്പോ സ്വാഗത സംഘത്തിന്റെ കണ്ണീരാണ്. സമസ്തക്കാരാണ്, അത് പറയാനാണ് സമസ്തക്കാരാണ്. ഇനിയിപ്പോ സമസ്തക്കാരാവാ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റത്തെ വേദന ഉണ്ട്. ഒരാൾ സമസ്തക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ ഒരു തമാശ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമ്മൾ ഷാഫി മദ്ഹബ് പേരാണ്. അപ്പൊ ഈ കേരളത്തിൽ ഇവിടെയൊക്കെയുള്ള മുസ്ലിമീങ്ങള്, മലപ്പുറത്തുള്ള മുസ്ലിമീങ്ങള്, ഏതാണ്ട് മലബാറിലുള്ള മുസ്ലിമീങ്ങളൊക്കെ ഷാഫി മദ്ഹബ് പേരാണ്. അപ്പൊ ഷാഫി മദ്ഹബ് ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു സംഘടന ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മളത് കണ്ണൂര് ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. പിന്നെ അവർ പറയാ ഇവിടെ ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സർക്കാർ അംഗീകരിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ നിങ്ങളെ ഷാഫിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഷാഫിയാണ് നിങ്ങളെ ഷാഫിയായിട്ട് നിങ്ങൾക്ക് അതിൽ അംഗത്വല്ലേ? നിങ്ങളെങ്ങനെ ഷാഫിയാവുക? നിങ്ങൾ ഷാഫി അസോസിയേഷനിൽ അംഗമല്ലല്ലോ. ഷാഫി അസോസിയേഷൻ രജിസ്റ്റേർഡ് സംഘടനയാണല്ലോ. 1860 ആക്ട് ഉണ്ട്. ആ ആക്ടിലെ 21-ാം നമ്പർ പ്രകാരം ഇവിടെ ഷാഫി രജിസ്റ്റേർഡ് ആണ്. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അംഗത്വമില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങനെ ഷാഫി അല്ലാതെയാവും? ഇയാളെങ്ങനെ ഷാഫി അല്ലാതെയാവും? വാസ്തവത്തിൽ സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ, സുന്നി എന്ന് പറഞ്ഞാൽ, സുന്നി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഇതിനുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ഷിയ അല്ലാത്തത്, ഷിയ സുന്നി. നമ്മളിപ്പോ പറയുന്ന സുന്നി അതല്ല. സലഫികൾ അങ്ങനെയുള്ള ചില അവാന്തര
സംഗതികളൊക്കെ നമുക്കിടയിലുണ്ട്. അതിൽ സുന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ സുന്നികൾ എന്ന് പറഞ്ഞാൽ AP വിഭാഗം സുന്നികളുണ്ട്. അവർ സുന്നികളില്ലാതെ എങ്ങനെ നമ്മൾ പറയാം? പറയാൻ ന്യായം വേണ്ടി എന്തിനു വേണ്ട ന്യായം? ആരാണ് സുന്നികൾ എന്ന് പറഞ്ഞാല്? സുന്നി എന്ന് പറഞ്ഞാൽ അശ്അരി തരീഖത്ത് അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മാതുരീദി തരീഖത്ത്. അശ്അരി മാതുരീദി എന്ന് പറയുന്നത് രണ്ട് വിശ്വാസ സാധനങ്ങളാണ്, രണ്ടും ശരിയാണ്. ഇപ്പൊ 4 ഫിഖ്ഹിന്റെ മദ്ഹബ് ശരിയാണെന്ന് പറയുന്നത് പോലെ ഈ 2 വിശ്വാസ സാധനങ്ങൾ ശരിയാണ്. അതുമാകാം ഇതുമാകാം. ലോകത്തുള്ള ഹനഫികൾ അധികവും മാതുരീദി തരീഖത്തുകാരാണ്. മറ്റ് ഷാഫികൾ അധികവും അശ്അരി തരീഖത്തുകാരാണ്. അങ്ങനെ തന്നെ നിർബന്ധത്തിന്റെ എന്തുകൊണ്ടാവാം. അപ്പൊ അശ്അരി അല്ലെങ്കിൽ മാതുരീദി ഈ രണ്ടാലൊരു വിശ്വാസ സരണി പിൻപറ്റിയുള്ളൂ. ഇനി അതിന് ശരിയും തെറ്റും ഒരുപാട് കാര്യങ്ങൾ പറയണം. എത്ര വരെയെന്ന് വെച്ചാൽ സമന്വയം വേണോ വേണ്ടേ എന്നിടത്തുനിന്നാണ് ഈ രണ്ട് സരണി രൂപപ്പെടുന്നത്. സമന്വയം വേണോ വേണ്ടേ എന്ന ഒരു തർക്കണ്ടേ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലം. അന്നാണ് അശ്അരി മാതുരീദി തരീഖത്ത് രൂപപ്പെടുന്നത്. ഈ സമന്വയം വേണ്ട എന്നായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ വിഷയം. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹുവിന്റെ കാലത്ത് ആ ചർച്ച ഉണ്ട്. മൂപ്പരൊക്കെ ലീഡ് ചെയ്ത് എന്താണ് അശ്അരി തരീഖത്ത്. അശ്അരി എന്നത് ആളെ പേരാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ശരിക്കും നമ്മൾ അഹ്ലുസ് സുന്ന എന്ന് പറയുന്ന സംഗതി അന്നാണ് രൂപപ്പെടുന്നത്. സമന്വയം വേണോ വേണ്ടേ, എന്താ സമന്വയം, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സമയം പോകും. നിങ്ങൾ സമയം ഒന്ന് പുലർത്തണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തീർക്കുക എല്ലാം കൂടി പറയാൻ പറ്റൂലല്ലോ. അപ്പോ സമന്വയം എന്ന് പറഞ്ഞാല് അന്നത്തെ സമന്വയം അല്ലെങ്കിൽ സമന്വയത്തിന്റെ പേരിലുള്ള തർക്കം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം വേണോ വേണ്ടത് തന്നെയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം വേണോ വേണ്ടതെന്നുള്ളതാണ്. അന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യവന തത്വശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്രമാണ്. അത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തോട് ചേർക്കണ്ട എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അവരുടെ അഭിപ്രായം. അപ്പൊ ചുരുക്കത്തിൽ ഭൗതിക വിദ്യാഭ്യാസങ്ങളോട് ഇസ്ലാമിക വിദ്യാഭ്യാസങ്ങളെ സമന്വയിക്കണ്ടേ എന്നുള്ള തർക്കമാണ്. ഇനിയിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയാണ്, അല്ലാത്തവർക്കും വേണ്ടി പറയാണ്, ഇന്നും തർക്കം അവിടെ തന്നെയാണ്. ഇന്നും ഇപ്പൊ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന തർക്കത്തിന്റെ ചിലരുടെ മോട്ടീവ് ഈ തർക്കം തന്നെയാണ്, അന്നത്തെ തർക്കം തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസം കൂടെ ചേർക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, മാലിയൂർ ഉസ്താദിനെ ഡയറക്ടറാക്കി തൽക്കാലം ഒരു ടേമില് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കിട്ടാൻ കിട്ടും. മാറ്റിക്കൊണ്ട് പിന്നെ മാറ്റി തർക്കം തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രഗിരി ലേഖനം വന്നു. ഈ ചന്ദ്രഗിരി ലേഖനത്തില് നിസാമി ഉസ്താദ് ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? യവന തത്വശാസ്ത്രം, ഗ്രീക്ക് തത്വശാസ്ത്രം, അതിനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നൊരു കാറ്റുള്ളത്. അത് നമ്മള് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അത് ദർശനത്തുന്നവർക്ക് നാട്ടിൽ പേര് അറിഞ്ഞോളന്നില്ല, പള്ളിദർശനത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിസാമി ഉസ്താദ് പറയുന്നത് യവന തത്വശാസ്ത്രം, ഗ്രീക്ക് തത്വശാസ്ത്രം ഭൗതിക വിദ്യാഭ്യാസമാണ്, അത് പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതേ അപ്ഡേറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മാത്സ് പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു. ഞങ്ങൾ പള്ളിദർശനം പഠിച്ചിട്ടുള്ളതാണ്. ശൈലിയിൽ മാറ്റമുണ്ട്. ഇപ്പൊ ഒരു SSLC ക്ലാസ്സുകൾ അല്ലെങ്കിൽ 8, 9, 10 ക്ലാസ്സിൽ നമ്മൾ ജിയോമെട്രി പഠിക്കുന്നുണ്ട്, പിന്നെ ഗണിതശാസ്ത്രം പഠിക്കുന്നുണ്ട്. പക്ഷെ രീതികൾ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. രംഗത്തും കൂടുതൽ ഗവേഷണം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. ആ പഴയതിങ്ങനെ ഏറ്റുപാടിയാൽ പോരാന്നുള്ളതാണ്. അപ്പൊ യവന തത്വശാസ്ത്രം അഹ്മദ് ബിൻ ഹംബൽ എന്ന കാലത്ത് വേണം വേണ്ട എന്ന് തർക്കം ഉണ്ടായിട്ട് അശ്അരി തരീഖത്ത് അനുസരിച്ച് അത് പഠിക്കണം എന്ന് പറഞ്ഞതിനാണ് ജീവിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം നേടണം എന്നതിനേക്കാണ്. പക്ഷെ ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാല് എന്തിനാണ് എങ്ങനെയാണെന്ന് അറിയില്ല, അതിങ്ങനെ ഏറ്റുപാടില്ല. നിസാമി ഉസ്താദ് ചന്ദ്രിക ലേഖനത്തിൽ പറഞ്ഞത് ആ ഏറ്റുപാടല് ശരിയല്ല, സിലബസ് മാറ്റണം. ഭൗതിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കിതാബുകളും ഓതേണ്ടതില്ല. കാരണം സ്കൂളിലെ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്, SSLCക്ക് അത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജിയോമെട്രി പഠിച്ചിട്ടുണ്ട്, അത് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അത് പഠിക്കുന്ന ഓതിയതാണ്, അറബിയാണ്. ഈ യവന്മാരൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. യവന്മാരുടെതൊക്കെ പിന്നെ അറബി
പള്ളിയിലേക്കാക്കി. അതിന്റെ കഥ ഇനി വലിയ കഥയാണ്. ഒന്നാമത്തതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പണ്ഡിതന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പോലും നമ്മുടെ ചരിത്രത്തെ പറ്റി ധാരണയില്ല. അല്ലെങ്കിൽ ഉള്ള ധാരണ അവർ എന്തോ താല്പര്യത്തിന് വേണ്ടി മറച്ചു വെച്ചിട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ചുരുക്കത്തില് അതിങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എന്നും വിദ്യാഭ്യാസത്തെ ചൊല്ലിയാണ് തർക്കം. ഇതിനിപ്പോ ഞാൻ നിരീക്ഷിക്കുന്ന സമയം എഴുതുന്നത് പറയാണ്. ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം പറഞ്ഞല്ലോ, സൂഫിയാക്കളായിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാരെ ഞാൻ എണ്ണി പറഞ്ഞു. സമസ്തയുടെ നേതാക്കളെ പറ്റി പറഞ്ഞു. മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഈ സംവിധാനത്തോട് വലിയ വാത്സല്യമായിരുന്നു. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രദേശത്തുകാരാണ്. ബഹുമാനപ്പെട്ടവര് ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ള ആളായിരുന്നില്ല, എല്ലാവരും പറഞ്ഞു. അതേ സമയത്ത് ഇതൊക്കെ ഈ കാലത്തിനനുസരിച്ച് വേണമെന്ന് വല്ലാത്ത സിദ്ധാന്തം ഉള്ള ആളായിരുന്നു. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികളെങ്കിലും ഈ കോഴ്സിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ വർത്തമാനം കേട്ടിട്ടാണ് ഈ കാര്യം. അതിന്റെ മഹത്വം മറ്റു പണ്ഡിതന്മാരെക്കാൾ ആൾക്കാരൊക്കെ അതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും വഫിയ കോഴ്സുകൾ, കോളേജുകൾ വരണമെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു ഗദ്ഗത ചിത്തനായിട്ട് സംസാരം തന്നെ അങ്ങനെയാണ്. അത് തന്നെ വളരെ ഈങ്ങിയ, വളരെ ഇഷ്ടമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ തനി നാടൻ വീട് വീഡിയോയിൽ പശ്ചാത്തലത്തിൽ കാണും. അപ്പൊ ആളുകളെ അതൊക്കെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കോയക്കുട്ടി ഉസ്താദ് KK ഹദ്റത്തിനൊപ്പം സമസ്തയുടെ കണ്യത്ത് ഉസ്താദിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആയ ആളാണ് KK അബൂബക്കർ ഹദ്റത്തിനൊപ്പം KK ഉസ്താദിന്റെ തിരുഹദ്റത്തിലാണ് ഈ സിലബസ് ജനിച്ചിട്ടുള്ളത്. ദീർഘകാലം അത് നടപ്പാക്കപ്പെട്ടത് KK ഉസ്താദ് സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ മർക്കസിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് KK ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, ഇനിയിപ്പോ അതും പറയാം. ഇതൊക്കെ ചരിത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും? ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു, എന്താ അമ്മ തെറ്റിദ്ധരിക്കാൻ പോലെ 10-70 വയസ്സായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാട്ടുകാരെ കൂടി തെറ്റിദ്ധരിച്ചു വന്നിട്ട് എന്താ പണി കേട്ടത്? അമ്മ തെറ്റിദ്ധരിക്കരുത്. അള്ളാന്റെ റസൂല് അറഫയിൽ വേർക്കണം മതി. അള്ളാഹുവേ, നിനക്ക് എന്നെ പറ്റി പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പരാതിയില്ല, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇനിയിവരൊക്കെ പറയട്ടെ, ഇവരൊക്കെ ഇതിനെ അനുകൂലിച്ചു, കാലോടി വാത്സല്യം തന്നു. പക്ഷേ ഈ തന്നു എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് സാധനമാണല്ലോ. വ്യക്തികൾ എന്ന നിലയ്ക്ക് നേരെ അനുഭവിച്ച ആൾക്കാർ സ്വന്തം അനുഭവമാണ് പറയുന്നത്. KK ഉസ്താദിന്റെ സ്ഥാപനത്തിൽ, KK ഉസ്താദിന്റെ ഹദ്റത്തിൽ തുടങ്ങിയ സംവിധാനം, കാളമ്പാടി ഉസ്താദിന്റെ കാര്യമാണ്. ഇനി അതൊക്കെ പറയേണ്ടി വരികയാണ്. കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു സിലബസ് ചർച്ച, എന്നും ആവശ്യമില്ലാത്ത സിലബസ് ചർച്ച. ഈ സിലബസ് ചർച്ചയിൽ ഉണ്ടായ സംഭവം എന്താ വെച്ചാല്, സമസ്ത സിലബസ് ഉണ്ടാക്കിയിട്ട് അതെല്ലാവർക്കും അയച്ചു കൊടുത്തു. സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ സിലബസ് കൈപ്പറ്റിയതിനു ശേഷം ചെല്ലാൻ പറ്റും. ചെല്ലേണ്ടത് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പാളും സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഞാനും മഹാപണ്ഡിതനായ കുഞ്ഞാപ്പള്ളി ഉസ്താദ് അവരോടും സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കലാശാലക്കറിയാം KD കുഞ്ഞുട്ടി ഹാജി. ഞങ്ങൾക്ക് അവരെ പറ്റി ഒരുപാട് പറയേണ്ടതാണ്. അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആയി തീരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ 3 ആളും കൂടി അടച്ചത്. അപ്പൊ അവിടെ തർക്കം എന്താണ്? അത് പറഞ്ഞപ്പോ എനിക്ക് തർക്കങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയാണ് നമ്മുടെ പിന്നെ CM ഉസ്താദ് അവർകൾ ഒന്ന് ഓർമ്മ. CM ഉസ്താദ് അവർകൾ ഇതുപോലെ വലിയ ഇഷ്ടവും കലാപരമുള്ള ആളാണ്. എല്ലാരും കൂടി കണ്ട് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കൂടുതൽ കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. CM ഉസ്താദിന് വലിയ വാത്സല്യം. SYSന്റെ സമ്മേളനം നടന്നു കുറ്റിപ്പുറം പിന്നെ പുഴയിൽ കൊള്ളജാത സമയത്ത് ബാക്കി പ്രഥമ സന്നിധാനം നടക്കുന്ന അവിടെയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ CM ഉസ്താദിനെ പറ്റി സംബോധന ചെയ്ത് പറഞ്ഞു ചെമ്പിരിക്ക കാവി സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്. എന്നോ പ്രസിഡന്റ് ആവേണ്ട ആളാണ്. അങ്ങനെ പലതുണ്ട്.
നമ്മളൊന്നും ഇനി പുറത്തെടുക്കുന്നില്ല. വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു CM ഉസ്താദിന്റെ ഇങ്ങനെ ചെമ്പിരിക്ക കാതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പ്രസംഗിക്കുന്ന അവസരത്തിൽ പറഞ്ഞിട്ട് നേരിട്ടുണ്ടായി. പ്രസംഗിക്കാൻ വിളിച്ച മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ CM പിന്നെ ചെമ്പിരിക്ക കാതി എന്നാണല്ലോ പറയുന്നത്, ഞാൻ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. എന്നിട്ട് അദ്ദേഹം മൈക്കിൽ വന്നിട്ട് കുറച്ച് സമയം പ്രസംഗിച്ചു. അത് ഇപ്പോൾ റെക്കോർഡ് വേണ്ടി തന്നെ കിട്ടും. സമഗ്ര വിദ്യാഭ്യാസത്തെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചൊക്കെ അദ്ദേഹം വല്ലാതെ വികാരവശനായിട്ട് എനിക്ക് പറഞ്ഞാല് അള്ളാനായിട്ട് അടുത്ത ആൾക്കാർ, ഒരു സൂഫി ടച്ച് അള്ളാന്റെ ഔലിയാക്കളെന്നൊക്കെ കണക്കാക്കാവുന്ന ആൾക്കാർ CM ഉസ്താദ് അള്ളാഹു ഖബറ് വെളിച്ചമാക്കി കൊടുക്കാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും ധീരതയുടെ പേരിലും ആയിരിക്കണം പറയാൻ നമുക്കൊരു തോന്നുമല്ലോ. അപ്പൊ ചുരുക്കത്തില് CM ഉസ്താദാവട്ടെ, KK ആവട്ടെ, കാളമ്പാടി ഉസ്താദാവട്ടെ, കാളമ്പാടിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നില്ല. കാളമ്പാടി ഉസ്താദ് ഈ പറഞ്ഞ സിലബസ് ചർച്ചാ യോഗത്തില് കുറച്ചാൾക്കാർ കുറച്ചാൾക്കാർ ആ കുറച്ചാൾക്കാരാണ് ഇന്നും പ്രശ്നം അവരാണ്. പിന്നെ നമ്മൾ ഒരു തരം മാന്യതയുടെ പേരിൽ നാഗരികതയുടെ പേരിൽ തലി കെട്ടി ആൾക്കാരെ പേര് പറഞ്ഞ് ചാനലിലേക്ക് വിഷയം കൊടുക്കേണ്ടതാണ്. മലപ്പുറത്ത് പത്രസമ്മേളനം നടന്നപ്പോ 1.5 മണിക്കൂർ പത്രസമ്മേളനം നടന്നു. ഈ ചാനലുകാർ തിരിച്ചും മറ്റും ചോദിച്ചു, ആളെ പറയൂ. ഞാൻ പറഞ്ഞു ആളെ പറയില്ല. എന്തിനാളെ പറയുന്നത്? കാര്യം പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ വിശദാംശങ്ങൾ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സദസ്സിന് സമയമല്ല. കാളമ്പാടി സാർ കുറച്ച് കഴിഞ്ഞപ്പോ വേദി കൈകാര്യം ചെയ്തിട്ട് മൈക്കിന് മുന്നിൽ ഇമയമായിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞു, സമസ്ത എല്ലാവരുടേതുമാണ്. ഇന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. കാരണം ഒരാളെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കേട്ടതാണ്. സമസ്ത എല്ലാവരുടേതുമാണ്. സമസ്തന്റെ സിലബസ് അനുസരിച്ച് പിന്നെ മദ്രസകൾ നടക്കുന്നുണ്ട്. അവിടെ ചില ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് സിലബസ് നടക്കുന്നുണ്ട്. അപ്പൊ സമസ്ത എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് പറഞ്ഞമാർക്ക് CM ഉസ്താദ് അവിടെ ഉണ്ട്. വേദിയിൽ CM ഉസ്താദ് ഉണ്ട്. CM ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദിനോട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ദാറുൽ അഫിലിയേറ്റഡ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് അസ്വസ്ഥനായിട്ട് CM ഉസ്താദ് ചർച്ചകൾ നടക്കുമ്പോൾ പറയുന്നുണ്ട്. ബഹാവുദ്ദീൻ മുരേൻ എന്തെങ്കിലും പറയും. ബഹാവുദ്ദീൻ മുരേൻ 2-3 വട്ടം കുറച്ച് പിന്നിൽ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. രംഗം കൈയടക്കിയിട്ട് കാളമ്പാടി ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, സമസ്ത എല്ലാവരുടേതുമാണ്. ഹനഫി മദ്ഹബ് വരെ ഇവിടെ പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഫിക്കും ഉദവിക്കും പറയാനുള്ളത് സമസ്ത കേൾക്കും. യോഗം ചെയ്യുന്നു. ഞാൻ പിന്നീട് പട്ടികാട് ചെന്നു. ഉസ്താദിനോട് സംസാരിച്ചു. ഉസ്താദ് കണ്ട പാടിനോട് പറഞ്ഞത് ഇത് എന്തൊക്കെ എത്ര കാര്യം ആൾക്കാരെ ഞാൻ ഇപ്പോഴും പറയണില്ല. ഉസ്താദ് കണ്ട പാട് പറഞ്ഞെന്നറിയോ, മുസ്ലിയാരെ മുക്കരങ്ങനെയാണ്. അങ്ങനെ മൂല്യന്മാരാണെങ്കിൽ മുസ്ലിയാരെ പറഞ്ഞിട്ട് എന്തെങ്കിലും സമ്പത്തിനില്ല. മുസ്ലിയാരെ നിങ്ങൾ അതുകൊണ്ടൊന്ന് സമസ്തീന്ന് പോകരുത്. എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മുസ്ലിയാരെ നിങ്ങൾ അതുകൊണ്ടൊന്ന് സമസ്തീന്ന് പോകരുത്. എന്നിട്ട് ഒരാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ആ യോഗത്തില് നിങ്ങളും വേറെ ആളെ പേര് പറഞ്ഞു, നിങ്ങൾ ഒന്നും അവിടെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ആൾക്കാരെ സംസാരിക്കാം. എന്നെ മുറി ഞാനും നിങ്ങളൊന്നും അവിടെ സംസാരിക്കണ്ട. നമുക്ക് നിൽക്കൂല. അത് മൂപ്പര് തെറ്റിച്ചിട്ട് മൂപ്പര് സംസാരിച്ചു. അങ്ങനെയാണ് ഒരു കൺക്ലൂഷനിൽ എത്താതെ പിരിയേണ്ടി വന്നത്. അങ്ങനെയാണ് മൂപ്പര് നേരത്തെ പറഞ്ഞ പോലെ സമസ്ത എല്ലാവരുടെയും എല്ലാവരും ഉൾക്കൊള്ളും എന്ന് പ്രസ്താവിക്കണം. ചുരുക്കത്തില് ഉസ്താദ് പറഞ്ഞു, മുസ്ലിം നിങ്ങളുടെ ആ പരിപാടിക്ക് മുന്നോട്ട് പോയിക്കോളൂ. സിലബസിലൊക്കെ മാറ്റം വേണം. കുട്ടികൾക്ക് ജീവിക്കാൻ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വേണം. അതിനൊക്കെയുള്ള സൗകര്യം വേണം. അപ്പൊ കിതാബിലൊക്കെ ചിലത് മുഴുവനും കൂടി എന്നോട് കാശുള്ളവരെ വാങ്ങിപ്പിക്കണ്ട. നിങ്ങളുടെ സിലബസിൽ എത്രയാണ്, പോർഷൻ എത്രയുള്ളത്, അത് നിങ്ങൾ തൊപ്പഴി ചെയ്ത് പ്രിന്റ് ചെയ്യാൻ നടത്താം. കുട്ടികൾക്ക് കൊടുത്താൽ അത് നടത്തി നല്ലതൊക്കെ നടത്തിക്കോളി. പുറത്തൂരിൽ ചെറുതായിട്ടാണ് പുറത്തൂരിൽ 2 പൈസ അതിന്റെ അടുത്ത് വന്നു. എന്താ പറ്റി വേണ്ടിയെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ വാഫി തുടങ്ങിക്കോളി. അതിന് പറ്റുള്ളൂ. ഞാൻ കണ്ണൂരിൽ സ്ഥാപനത്തിന് പേര് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥാപനത്തിൽ പോയി. എനിക്ക് എല്ലായിടത്തും പോകണല്ലോ. അപ്പൊ അവിടെ നിങ്ങളുടെ സിലബസ് ആണ്
നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സിലബസ് നടക്കാണ്ട് അത് നിങ്ങൾക്ക് എഴുതിയത് എനിക്ക് മനസ്സിലാക്കണം നടക്കാണ്ട് എഴുന്നേറ്റിട്ട് അപ്പൊ പോയിട്ട് ആ സിലബസിന്റെ കോപ്പി ചെക്ക് കൊടുക്കുന്നു. നോക്കിങ്ങൾ ഞാൻ അവരൊന്ന് നോക്കി ശരിയാണ് ബാക്കി സിലബസിന്റെ കോപ്പിയാണ് ഇത് ആർക്കും കൊടുക്കേണ്ട വെച്ചോളി അതിന്റെ എടുത്തിട്ടുണ്ട്. ഏതായാലും ഉസ്താദ് എന്നോട് അത് പറഞ്ഞത് മുസ്ലിം അതുകൊണ്ട് സമസ്തയിൽ പോകേണ്ടതാണ്. അത് ചുരുക്കി പറഞ്ഞ കാണാൻ ഉസ്താദ്, ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഈ പറഞ്ഞമാതിരി അസിപ്പറ്റ ഉസ്താദ്, ഈ പറഞ്ഞമാതിരി ചെറുവാനൂർ ഉസ്താദ്, ഇതാ ഇപ്പൊ ഈ സന്ദർഭം മാണിയൂർ ഉസ്താദ്, പാവാട് ഉസ്താദ്, അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുകയും തലോടുകയും കൈത്താങ്ങ് നൽകുകയും മക്കളെ പറഞ്ഞയക്കുകയും പലരെയും എഴുത്തു കൊടുത്താൽ കുട്ടിക്ക് അത് അവസരം കൊടുക്കണം എന്ന് എഴുത്തു കൊടുത്തപ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവരേറ്റും എന്നോട് പറഞ്ഞല്ലോ മറ്റാരേറ്റും ഏത് സമയത്തും ഇരിക്കാതില്ല. കലാശാലയിലിരിക്കുന്നതൊക്കെ മുസ്ലിം ചെയ്യുന്നതിലും ഒക്കെ വലിയ ആളുകളാണ്, നേതാക്കളാണ്, ഉമറാക്കളാണ്. ശാരീരികമായ അസ്വസ്ഥയുണ്ട്. ഇവിടെ മാണി ഉസ്താദിന്റെ പരിപാടി ആയതുകൊണ്ട് വരാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കയ്യിൽ പോലെ ഇന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ പോകാൻ കഴിയാണ്. 2 ദിവസം കഴിയട്ടെ ഒരു ദീർഘയാത്ര ഒക്കെ കഴിഞ്ഞതാണ്, കുഴക്കമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതായിരുന്നു, മനുഷ്യന്മാര് തമ്മിൽ പല യസാലുവിനെ മുസ്തരിക്കുന്ന പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇത് 1200 കൊല്ലമൊക്കെ മുമ്പായപ്പുറത്ത് അശരി തരീക്കത്ത് മാതരീതി തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിം മുഖ്യധാരയാണത്. അതിന് ആർക്കും അതിന്റെ അകത്താക്കാനും വിശ്വസിക്കാതെ അകത്താക്കാനും പറ്റില്ല, വിശ്വാസം ഇല്ലാതാകാതെ പുറത്താക്കാനും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എത്ര സുന്നികളുണ്ട്, അവരൊന്നും സുന്നികളല്ല നമുക്ക് പറയാൻ പറ്റും. നമ്മളൊന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ AP വിഭാഗം സുന്നി, അവര് നമ്മളും കൂടി, ഞാനിപ്പോൾ നമ്മളെന്നാ പറയുന്നത്, നമ്മളും തമ്മിൽ ഇതാറ ഗവേണിംഗ് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ രണ്ട് സുന്നി ആയത് എന്തുകൊണ്ടാണ്? അഖീദയിൽ മാറ്റം വന്നത് കൊണ്ടാണ്, ഫിഖ്ഹിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്, മദ്ഹബ് നിഷേധിച്ചത് കൊണ്ടാണ്, പെണ്ണുങ്ങളെ പള്ളി കൊണ്ടായത് കൊണ്ടാണ്? അല്ലല്ലോ. ഇതാണ് സംബന്ധിച്ചാണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരനാണ് കല്ലായി സാഹിബ്. എനിക്ക് മൂപ്പരായിട്ടുള്ള ബന്ധം അബുദാബിയിലായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കല്ലായും ബഹുമാനപ്പെട്ട KT മാനസിക അബുദാബിയില് അന്ന് സമസ്തയുടെ ഓഫീസ് കയ്യേറിയ CP കുഞ്ഞി MLA നേതൃത്വത്തിൽ നടന്ന കയ്യേറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വന്നത്. അന്നൊക്കെ ഞങ്ങളിങ്ങനെ കല്ലായുടെ പ്രസംഗം വല്ലാത്ത ഒരു മധുര പലഹാരം കഴിക്കുന്ന ആവേശത്തിലാണ് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. നടന്ന് UAE ഫതഹാക്കി പോകുന്ന ആളായിരിക്കണം. അങ്ങനെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവര് കല്ലായി അതുപോലെ തൗസുലിസിനകത്ത് അല്ലെങ്കിൽ സ്റ്റേജ് മാന്യമായിട്ട് പുസ്തകങ്ങളിൽ ഭാഷ ഒന്നല്ലോ അതോടെ മുഖ്യമന്ത്രി സംസാരിക്കുമല്ലോടെ ഉള്ള സമയത്തിനൊക്കെ അനുസരിച്ച് ഞാനും നിർത്തുകയാണ്, അവരൊക്കെ സംസാരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എപ്പോഴും റെഡിയാണ്. അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടോ? അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് പ്രസംഗിച്ചത്, അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം, അള്ളാന്റെ റസൂലിന്റെ മൗലൂദ്, അള്ളാന്റെ റസൂലിന്റെ മീലാദ് ആഘോഷം സ്വർഗ്ഗപോലത്തെ സുന്നത്താണ്. ദൂർത്ത് പാടില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാന്റെ റസൂല് പഠിച്ചതിനെ പറ്റി ഖുർആന് 600 പേജിന്റെ പേജില്ല. ഖുർആൻ 600 പേജ് ഉണ്ടെങ്കിൽ 64 പേജ് നമ്പർ ഉണ്ടല്ലോ. ഖുർആൻ മുഴുവനും പേജും എണ്ണവും ഇതൊക്കെ പ്രശ്നമാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഖുർആൻ അക്ഷരം എണ്ണാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയ ആൾക്കാരുണ്ട്. അവിടെ വേണ്ടി വന്ന് അവിടെ കൊടുത്തു. ഖുർആൻ അക്ഷരം എണ്ണാൻ, ഖുർആന്റെ എഴുതിയ പേജ് 600 പറയാനില്ല, ഖുർആനിൽ അക്ഷരം എണ്ണാന് പൈസ വാങ്ങിയിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ നിഷ്പരാക്കിയ ആൾക്കാരോട്. ചുരുക്കത്തില് ഒത്തുപോകുന്നതിന് ആർക്കൊരു പ്രശ്നമില്ല. ഞാൻ സിദ്ധാന്തം എന്ന നിലയ്ക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മള് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കൂടിയ ഒരാൾക്കൂട്ടാണ്.
ഞാൻ സാധാരണ പറയും, ഇങ്ങനത്തെ ചർച്ച നടക്കുമ്പോ നെതന്യാഹു മലപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ മുസ്ലിംകളെ കുട്ടികളെ ചേർക്കാൻ അവിടെ പോയിക്കുന്നു. കാരണം ജൂതന്മാര് ഭയങ്കര ബുദ്ധിയാണ്, വിദ്യാഭ്യാസ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ലോകത്തിന്റെ ഒന്നാമതാണ്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അവർ അത് ഉഷാറായിട്ട് നെതന്യാഹു സ്കൂൾ മലപ്പുറത്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ പോയിക്കുന്നു. വിദ്യാഭ്യാസത്തിന് അത് ശരിയാ തെറ്റൊന്നുള്ളതല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഇത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് എന്ന് ഏകദേശം പറയാം. സ്ഥാപിച്ച് വെല്ലുവിളിച്ച് പറയാനൊന്നും ഞാനില്ല. മൂല്യന്മാര്, എന്നെ പോലത്തെ മൂല്യന്മാര്, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ പോകാത്ത ആളാണ്. അപ്പൊ എന്റെ അമ്മ ഗദ്യമാണ്, കുട്ടികൾക്ക് വെക്കാന് സ്കൂളിൽ പറഞ്ഞയച്ചില്ല. ഇതായിരുന്നു നമ്മുടെ മൂല്യന്മാരുടെ അവസ്ഥ. അതന്നെ എന്റെ ഉപ്പ ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഉറുദു, അറബി, പിന്നെ ഏതായാലും മലയാളം, പിന്നെ ഏതായാലും കൂടി 8 ഭാഷ പഠിച്ചാണ് അറിയുന്നതാണ്. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നിക്കളെ അന്ന് മുന്നിലുള്ള ആൾക്കാര് കുറച്ചുകൂടി മുന്നിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാർ വലിയ കൗസയിൽ ഇറങ്ങിയ ആൾക്കാർ ഇൻവെർട്ടർ കോമ കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നതിന് ശേഷം എല്ലാം പിന്നിക്കാണ്. വിദ്യാഭ്യാസം പിന്നിക്കാണ്, ഒക്കെ വേണ്ട, അതിനൊക്കെ ഞാൻ ഫൽസഫും ഫിലോസഫി ഒക്കെ നടക്കുകയാണ്. അപ്പൊ ചുറ്റി പറഞ്ഞാല് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഇനി എന്തിനാ കൂടുതൽ പറയുന്നത്? ഈ കുട്ടികളെ അരിക്കണ കുട്ടികളുടെ രക്ഷിതാക്കൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്ഥാപനം നടത്തുന്ന ആൾക്കാർ നിങ്ങൾ പലരുമാണ്. 19 ലോകരാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ വിശിച്ച എന്തുമേൽ നിയന്ത്രണം അർഹതപ്പെട്ടവർ അല്ലെ വേണ്ടവരാണ്. അതിന്റെ ഒന്നും ലംഘനമില്ലാതെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി UK 10-30 കുട്ടികളുണ്ട്, പെണ്ണുങ്ങളാണ് കൂടുതൽ. അമേരിക്കയിലുണ്ട്, മലേഷ്യയിൽ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അല്ലാതെ PG പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു റിഫ്രഷ്മെന്റ് കോഴ്സിന് 2 മാസം കോഴ്സിന് പോയിട്ടുണ്ട്. ഇനി ചിലർ അവിടെ പറ്റി PG പഠിക്കാൻ വേണ്ടി മെഡിക്കലിന്റെ ബുക്കുണ്ട്. 19 ലോകരാജ്യങ്ങളിൽ ഈ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. BKR എന്ന് പറഞ്ഞ ബീൽ ഖദീജ റളിയല്ലാഹുയുടെ പേരിൽ എറണാകുളത്ത് ഒരു കോളേജ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു കുട്ടി പഠിച്ചു, +2 പഠിക്കുന്ന സമയത്ത്, നമ്മൾ തെങ്കിജ പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാരോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നീറ്റ് പരിശീലിക്കണമെന്നുണ്ട്. ഒറ്റക്കാലം പരിശീലിച്ചപ്പോഴത്തേക്ക് ഒഫിയന്റെ കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ കടി തട്ടി ഒഫിയ സിലബസ് സ്വാഭാവികമായിട്ട് +2 സിലബസ് അതുകൊണ്ടല്ലോ. നീറ്റ് കോച്ചിങ് ഈ കുട്ടി സ്വന്തമായിട്ട് പരിശ്രമിച്ച് അടുത്ത അവസരം വന്നിട്ട് എഴുതി ക്രാക്ക് ചെയ്തു. ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഈ കുട്ടി ഒറ്റക്ക് പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു. റിസൾട്ട് വന്ന് ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒഫിയ തീരാനൊരു മനസ്സിലായി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ പോണില്ല. നീറ്റ് ക്രാക്ക് ചെയ്ത കുട്ടിയെ പറഞ്ഞത് ഞാൻ പോണില്ല. എന്നിട്ട് അടുത്ത അറ്റംപ്റ്റിൽ വീണ്ടും അപ്പിയർ ചെയ്തു. അപ്പൊ വീണ്ടും ക്രാക്ക് ചെയ്തു. ഇപ്പോ റഷ്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണ്. കളികാവ് ക്യാമ്പസിൽ വാഫി PG 8 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ റഷ്യയിൽ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ കുട്ടികളുടെ പഠനശേഷിയെ ഇങ്ങനെ കുത്തിപ്പൊക്കാനും അതൊരു പൊട്ടിത്തെറിയാക്കി തീർക്കാനും ഒക്കെ ഇതിന് സാധിച്ചിട്ടുണ്ട്. നമ്മള് ഈ ക്ഷുദ്ര വർത്തമാനങ്ങളും ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ പറയുന്നു, വളരെ വിനീതമായിട്ട് പറയുന്നു, എന്ത് തരം കാര്യങ്ങൾക്കും ആരോടും എപ്പോ വേണമെങ്കിലും ചെന്ന് സംസാരിക്കാനും ഭൂമിയോളം താഴാനും വിട്ടുവീഴ്ച ചെയ്യാനും 3 ഡസൻ കാര്യങ്ങൾ, ഏകദേശം 3 ഡസൻ കാര്യങ്ങൾ ഒപ്പിച്ചു. അത് നമ്മളൊന്ന് പറഞ്ഞാലും നിലയ്ക്കില്ല, ഫോണും കണ്ടിരിക്കണല്ലോ, അത് ഒപ്പിച്ചില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥാപനം നടത്തുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചവരുടെ രക്ഷിതാക്കൾ, നമുക്ക് ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വിദ്യാഭ്യാസത്തിന്റെ കൂടെ മറ്റു കൺസേണുകൾ നമ്മൾ കുത്തിത്തിരിക്കുക, ഇതിന്റെ ചെലവിൽ ഇതിന്റെ ക്വാളിറ്റി കുറക്കുന്ന തരത്തിലായി പോകും. നല്ല വിദ്യാഭ്യാസം, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ എങ്ങനെയോ തുടങ്ങിയാലും നമ്മൾ അതാണ് വേണ്ടത്. നല്ല വിദ്യാഭ്യാസം, ഈ കുട്ടികൾ നല്ല നിലയ്ക്ക് പഠിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള കാലം, വരാൻ പോകുന്ന കാലം നിങ്ങൾക്കറിയാം. മനുഷ്യൻ വലിയ വിദ്യാഭ്യാസം നേടി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും പ്രവർത്തനങ്ങളും യന്ത്രം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കുട്ടിയോട് തമാശ പറയും,
എടാ പഠിച്ചോ, പഠിക്കാതെ എടുത്ത് കങ്ങിയാല് എനിക്ക് വിചാരിക്കും അതിപ്പോ എന്താ ജീവിക്കാൻ കപ്പൂസ് കഴിക്കാൻ പോലെ. കപ്പൂസ് എടുക്കാൻ പറ്റില്ല, കാരണം യന്ത്രം റെഡിയാണ് കപ്പൂസ് എടുക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ യന്ത്രത്തെ തോൽപ്പിക്കുന്ന ബുദ്ധി ഉപയോഗത്തിൽ നമ്മൾ എത്തിച്ചേരണം ധാരാളമായി.